ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഞാനിവിടെ ഇപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് തക്കാളി, ടൊമാറ്റോ ഇതുപോലെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഒരു മീഡിയം സൈസുള്ള ടൊമാറ്റോനെ എടുത്തിട്ടുള്ളത്. തിൻ സ്ലൈസ് അല്ല, അത്യാവശ്യം കുറച്ച് തിക്കായിട്ടുള്ള സ്ലൈസാണ്. ഇപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ റൗണ്ടാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് ഒരു 6 പീസ് ഉണ്ട്. ഇത് നമ്മളിത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് വേവുന്ന ടൈമിൽ നമുക്ക് മുട്ടയുടെ ബാറ്റർ തയ്യാറാക്കാം. ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ നല്ല പതപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടൊമാറ്റോ വെന്തോന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ടൊമാറ്റോ ഒരു സൈഡ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഇത്രയും ഓയിൽ യൂസ് ചെയ്തില്ലേ? സാധാരണ ഇത് തയ്യാറാക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1/2 ടേബിൾ സ്പൂണേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇനിയും ഇതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. നമ്മൾ മൊത്തം മറിച്ചിട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എഗ്ഗിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ആ ടൊമാറ്റോ ഇല്ലാത്ത സ്പേസിലേക്ക് കുറേശ്ശെ നമ്മൾ ഈ മുട്ട അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോയുടെ പുറത്ത് അധികം വീഴാണ്ട് ആ ഇടയ്ക്കുള്ള സ്പേസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ടൊമാറ്റോയുടെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, വളരെ കുറച്ച്. അതോടൊപ്പം കുറച്ച് ഉപ്പും കൂടെ ടൊമാറ്റോയുടെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്പെഷ്യൽ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. സ്ഥിരം ഒരേ ആഹാരം കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഇനി ഓംലെറ്റ് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഹെൽത്തി റെസിപ്പീസിനായി കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹോം മെയ്ഡ് റെസിപ്പിയുമായി കാണാം. ടേക്ക് കെയർ, ബൈ.